ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. എങ്ങനെയാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് സെഗ്മെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 തരത്തിലാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ്. രണ്ടാമത്തത് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, മൂന്നാമത്തത് ജിയോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, നാലാമത്തത് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന. അതിൽ ഫസ്റ്റ് പോയിന്റ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഡെമോഗ്രഫി, അതായത് ഒരു സ്ഥലത്തുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്തിരിക്കുന്ന ഏത് ഫീച്ചറിന്റെ ബേസിലാണ്? ഈ ഡെമോഗ്രാഫിക്. എന്താണ് ഈ ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്? ഇത് വേരിയബിൾസ് ആണ്. ഇത് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും. ഇവിടെ നമ്മൾ ആ പ്രദേശത്തുള്ള ജനസംഖ്യ, ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജനം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം? ഏത് പ്രായത്തിലുള്ളവരാണ്, എത്ര പേര് സ്ത്രീകൾ, എത്ര പേര് പുരുഷന്മാർ, ആ ഓരോ ഫാമിലിയിലും എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഫാമിലി ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അവിടെയുള്ള ആളുകളുടെ ഇൻകം, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് സെഗ്മെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റുകൾ തന്നെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഏജ് എന്ന് പറയുന്നത്. ഏജ് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരാര് എന്നുള്ളത് നമ്മൾ നോക്കണം. ഏത് പ്രായത്തിലുള്ളവരാണ്. അപ്പോൾ ആ ഏജ് വൈസ് വരുന്നൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 4ആയിട്ടാണ് ഏജിൻ്റെ ബേസിൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ചിൽഡ്രൻ, 2 ടീനേജേഴ്സ്, മൂന്നാമത്തത് അഡൾട്ട്സ് ആൻഡ് ഗ്രോണപ്സ്. ഈ 4 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ പ്രോഡക്റ്റുകളും കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഡ്രസ്സ് എടുത്ത ഈ 4ലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഏജിലുള്ളവർക്ക് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഏജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ജോൺസൺ ആൻഡ് ജോൺസണിലുള്ള ബേബി സോപ്പ്. അത് ആർക്ക് മാത്രമുള്ളതാണ്? മെയിനായിട്ട് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ബേബി പൗഡർ. അപ്പോൾ ബേബി പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു 6 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏജ് ആണ് ഡെമോഗ്രഫിയിലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെക്സ് ആണ്. അതായത് ജെൻഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിലിന് യൂസ് ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഫീമെയിൽസിന് യൂസ് ചെയ്യാവുന്നത്. ഓരോ പ്രായത്തിലുള്ള ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, പ്രിഫറൻസുകൾ, ഇൻട്രസ്റ്റുകൾ, ചോയ്സസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കോസ്മെറ്റിക്സ് ഐറ്റംസ് എന്നുള്ളതൊക്കെ, ഫാൻസി ആർട്ടിക്കിൾസ്, ഇതൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അതേസമയം മെൻ എന്ന് പറയുന്നത് മെയിനായിട്ട് മോട്ടോർ സൈക്കിൾ, സ്പോർട്സ് ഗുഡ്സ്, അങ്ങനെയുള്ള കുറച്ച്. അപ്പം ഏത് തരത്തിലുള്ള ആളുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ സെക്സ് വൈസ് പറയുന്നത്. ബ്യൂട്ടി കെയർ പ്രൊഡക്റ്റുകൾ, ലാക്മേയുടെ പ്രൊഡക്റ്റ്, ഇതൊക്കെ വുമനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് റേമണ്ട്സിൻ്റെ ടെക്സ്റ്റൈൽ പറയുന്ന ആ പ്രോഡക്റ്റുകളെല്ലാം ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റിൽ സെക്സിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. മൂന്നാമത്തത് ഫാമിലി ലൈഫ് സൈക്കിളാണ്. ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഫാമിലിക്കും വാണ്ട്സും ടേസ്റ്റും ഇൻട്രസ്റ്റും ബൈയിങ് ഹാബിറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ആവശ്യങ്ങളും ടേസ്റ്റും താല്പര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. കാരണം ഈ ഒരു കുട്ടീനെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടതായിട്ടുള്ള ബേബി ഫുഡുകൾ അല്ലെങ്കിൽ ടോയ്സ്, അതൊക്കെ ഇവിടെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി അവരുടെ വാണ്ട്സ് ഒക്കെ ഡിഫറൻസ്, ഇൻട്രസ്റ്റ് ഒക്കെ വ്യത്യാസം വരും. ഈ ഒരു ഏജിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ഈ പർച്ചേസസ് ഫുഡ്, സിഗരറ്റ്, എക്സെട്ര, അങ്ങനെ ഓരോ ലൈഫ് ടൈമിലും നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏത് പ്രായത്തിലുള്ളവരെയാണ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഒരു അൺമാരീഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മാക്സിമം ഫുഡ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കുറേ എൻ്റർടൈൻമെൻറ്റ്സ്, അതൊക്കെ അവർ നോക്കുന്നു. ഒരു മാരീഡ് പേഴ്സണെ സംബന്ധിച്ചോളം അവർ പർച്ചേസ് ചെയ്യുന്നത് കൂടുതൽ വീട്, ഫർണിച്ചർ, സാരി, ഡ്രസ്സസ് അങ്ങനെയുള്ളതായിരിക്കും. അതിനുശേഷം ഒരു കുഞ്ഞായതിനു ശേഷം പർച്ചേസ് ചെയ്യുന്ന പാറ്റേൺ എന്നുള്ളത് ബേബി ഫുഡുകൾ, മെഡിസിൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി കപ്പിൾസ് കുറച്ചുകൂടി ഓൾഡ് ആയിരിക്കുന്ന സമയത്ത് പർച്ചേസ് പാറ്റേൺ വീണ്ടും ചേഞ്ച് ആവും. അങ്ങനെ ആ ഒരു ഫാമിലി ലൈഫ് സൈക്കിളും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്.
നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇൻകം ആണ്. നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് വാങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. അപ്പോൾ ആ പണം എന്ന് പറയുന്നത് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിനോടുള്ള നീഡ്സും വാണ്ട്സും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലും ഒക്കെ വരുന്നത്. അപ്പോൾ ഇൻകം ഉള്ള ഒരാൾക്ക് മാത്രമാണ്, ഇപ്പോൾ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു BMW കാറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈ ഇൻകം സെഗ്മെന്റിലെ പീപ്പിളിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 5000-ന് താഴെ ഉള്ള ആളുകൾ, 5000-നും 20,000-ത്തിനും ഇടയിൽ ഇൻകം ഉള്ള ആളുകൾ, അപ്പോൾ അവർക്കൊക്കെ അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും പ്രൈസിങ് പോളിസി ആയിരിക്കും ഓരോ കമ്പനികളും ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഫാക്ടറാണ് അവരുടെ ഒക്യുപ്പേഷൻ. അപ്പോൾ നമുക്കറിയാലോ, ജോലിക്ക് അനുസരിച്ചായിരിക്കും അവരുടെ ഡിമാൻഡ്സും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ, ഡോക്ടേഴ്സ് മേ ഡിമാൻഡ് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ഡോക്ടറാണ് പ്രൊഫഷണലി എങ്കിൽ അവർ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, ലോയേഴ്സ് ആണെങ്കിൽ കൂടുതൽ കോട്ട്, അങ്ങനെ ഓരോ വ്യക്തിക്കും അനുസരിച്ചായിരിക്കും അവരുടെ ആ ഒരു ഒക്യുപ്പേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ മോഡൽസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഡെമോഗ്രാഫിയിൽ വരുന്ന പോയിന്റുകൾ. ഇനി പിന്നെ പറഞ്ഞൊരു പോയിന്റാണ് ഫാമിലി സൈസ് എന്ന് പറയുന്നത്. ഫാമിലി സൈസ് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ ഇറക്കുന്ന സമയത്ത് എത്ര മില്ലിയുടെ പാക്കറ്റുകൾ യൂസ് ചെയ്യുന്നു എന്നതാണ് അടുത്തൊരു കാര്യം പറയുന്നത്. അപ്പോൾ വളരെ സ്മോൾ സൈസ് ഫാമിലി ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു 100 മില്ലിയുടെ സാഷയോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ നിർമ്മിക്കുന്നുണ്ട്. കുറച്ചുകൂടി വലിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ അത് 500 മില്ലി വരെ അല്ലെങ്കിൽ 1000, എങ്ങനെയാണോ അതിൻ്റെ കണക്ക് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ചായിരിക്കും. അതായത് ഒരാൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്നതും 2 പേര് മാത്രമുള്ളതോ അല്ലെങ്കിൽ 4 പേരുള്ള മെമ്പേഴ്സിനനുസരിച്ചായിരിക്കും അവരുടെ പ്രൊഡക്റ്റ് അവർ അവൈലബിൾ ആക്കുന്നുണ്ടാവുക. പിന്നെ എഡ്യൂക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ്. എഡ്യൂക്കേഷൻ വൈസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ബുക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ, +2 ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അങ്ങനെയുള്ള ഓരോ ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് അത് ഡിമാൻഡ് ചെയ്യുന്ന ബുക്സുകളായിരിക്കും അവൈലബിൾ. അപ്പോൾ എഡ്യൂക്കേഷനും ഒരു ഫാക്ടറാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റേഷനിൽ വരുമ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റ്, ഏജ് ഒരു ഘടകമാണ്. ഏജ്, സെക്സ്, ഫാമിലി ലൈഫ് സൈക്കിള്, അതേപോലെ ഇൻകം, ഒക്യുപ്പേഷൻ, ഫാമിലി സൈസ്, എഡ്യൂക്കേഷൻ. ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇത് വളരെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ്. അതായത് ഇൻ്റർനാഷണൽ കമ്പനി സെഗ്മെൻറ്റ്സ് എപ്പോഴും ജോഗ്രഫിക്കലി ആയിരിക്കും അവർ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുക. അതിൻ്റെ പിന്നിലൊരു തിയറി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹൂ ലിവ് ഇൻ ദ സെയിം ഏരിയ ഹാവ് സം സിമിലർ നീഡ്സ് ആൻഡ് വാണ്ട്സ് ദാറ്റ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഡിഫർ ഫ്രം ദോസ് പീപ്പിൾ ലിവിങ് ഇൻ അതർ ഏരിയാസ്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല, ഒരു പ്രത്യേക ഭൂഭാഗത്ത് ജീവിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങളും നീഡ്സും വാണ്ട്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യനെ എടുക്കുകയെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, അങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ റൈസ് ഐറ്റംസിനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് അധികവും ചപ്പാത്തീസ് പോലത്തെ. അപ്പോൾ അത് ജോഗ്രഫിക്കലായിട്ട് വരുന്നൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് വരുന്ന ജോഗ്രഫിക്കൽ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ബേസിൽ അറിയാം. ഒന്ന് ഏരിയ, ഏത് ഭാഗത്തുള്ള സ്ഥലമാണ് അതിനനുസരിച്ചിട്ട്, ഏത് രാജ്യമാണ്, അതിലേത് സംസ്ഥാനം, അതിലേത് റീജിയണിൽ, ഏത് ഡിസ്ട്രിക്ട്, ഏത് ഏരിയയിൽ, അതിൻ്റെ ബേസിലായിരിക്കും പല പ്രൊഡക്റ്റുകളും ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഡിഫറെൻ്റ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം എപ്പോഴും ചൂട് കൂടുതലുള്ള ഭാഗങ്ങൾ, എപ്പോഴും മഞ്ഞ് വീഴ്ചയുള്ളത്, എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റിനനുസരിച്ചാണ് അവർ ജോഗ്രഫിക്കലി സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ആയിരിക്കും അവിടെ തീരുമാനിക്കുക ഏതൊക്കെ ഫുഡ് ഐറ്റംസിന് അല്ലെങ്കിൽ ഗുഡ്സിനൊക്കെയാണ് അവിടെ ഡിമാൻഡ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്, ജനസാന്ദ്രതയുടെ ബേസിസിലാണ് പറയുന്നത്. ചില ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായിരിക്കും, ചിലവിടെ എന്ന് പറയുമ്പം അത്രത്തോളം ആൾതാമസം ഇല്ലാത്ത ഏരിയ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പം അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ കൂടി അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ചില ഏരിയ എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ വളരെ ഹൈ ആയിരിക്കും, ജനങ്ങൾക്ക് പാർക്കുന്നതിലും അധികം ആളുകളായിരിക്കും അവിടെ താമസിക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഗുഡ്സിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ജോഗ്രഫീനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും അവിടുത്തെ ഏരിയ ഏത് ഭാഗത്താണെന്നുള്ളത്, ക്ലൈമറ്റ് എങ്ങനെയാണെന്നുള്ളത്, അതേപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, സാന്ദ്രതയുടെ ബേസിസിലൊക്കെ ആയിരിക്കും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്നത് ബിഹേവിയർ,
എന്തിൻ്റെ ബേസിലാണ് വരുന്നത്? ടേക്സ് ഇൻ ടു അക്കൗണ്ട് ബിഹേവിയർ ഓഫ് ദ കസ്റ്റമർ ടുവേർഡ്സ് ചില ഗുഡ്സിനോട് സർവീസിനോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയറിനെ ബേസ് ആ ബിഹേവിയർ എങ്ങനെയാണ് ഓരോ ബയേഴ്സിനുണ്ടായിരിക്കുന്നത് അത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവരുടെ അറിവായിരിക്കാം, അതിനോടുള്ള മനോഭാവമായിരിക്കാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതും അല്ലെങ്കിൽ അതിനോടുള്ള റെസ്പോൺസ് ആ പ്രൊഡക്റ്റിനോടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ ആരാണെന്നുള്ളതും അവരുടെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കസ്റ്റമറെ നമ്മൾ ചില ആളുകളുടെ മനോഭാവം വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, വളരെ പോസിറ്റീവായിരിക്കും, വളരെ ഇൻഡിഫറൻ്റ് ആയിരിക്കും, നെഗറ്റീവായിട്ടും ഹോസ്റ്റൈലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ബേസിസിൽ വരുന്ന ഒരു സെഗ്മെൻറ്റേഷനാണ് ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ ബേസിൽ. രണ്ടാമത്തെ വരുന്നത് പ്രൊഡക്റ്റിൻ്റെ സെഗ്മെൻറ്റേഷൻ്റെ ബേസിലാണ്. അതായത് ഇവിടെ പ്രധാനമായിട്ടും അവർ പ്രൊഡക്റ്റിനെ തന്നെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ? ഒന്ന് പ്രസ്റ്റീജ് പ്രൊഡക്റ്റ് പറഞ്ഞത്. പ്രസ്റ്റീജ് പ്രൊഡക്റ്റ് എപ്പോഴും വരുന്ന ഓട്ടോമൊബൈൽസ്, ക്ലോത്തിങ്, ഹോം ഫർണിഷിംഗ് ഒക്കെ പ്രസ്റ്റീജ് പ്രൊഡക്റ്റാണ്. മെച്യൂരിറ്റി പ്രൊഡക്റ്റ് പറയുമ്പം സിഗരറ്റ്സ്, ബ്ലേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി സ്റ്റാറ്റസ് സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് ലക്ഷറി ആയിട്ടുള്ള എന്തൊരു കാര്യം സ്റ്റാറ്റസ് പ്രൊഡക്റ്റുകളാണ്. ആങ്സൈറ്റി പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മെഡിസിൻ, സോപ്സ് അങ്ങനെയുള്ള ബേസ്. ഫങ്ഷണലിൻ്റെ ബേസിൽ വരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അങ്ങനെ തന്നെ പ്രൊഡക്റ്റിനെ തന്നെ അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് സെഗ്മെൻറ്റേഷൻ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഒക്കേഷൻ സെഗ്മെൻറ്റേഷനാണ്. അതായത് പല സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഇപ്പം പർച്ചേസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ചില സാധനങ്ങൾ എല്ലാ സമയത്തും ആവശ്യമുള്ളതായിരിക്കാം, എന്നാൽ ചില സമയത്ത് ഇപ്പം നമുക്കറിയാം വെഡ്ഡിങ് കളക്ഷൻസ്, ഡ്രസ്സസ്, സാരീസ് അതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളൊരു ആഘോഷങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാത്രമുള്ള ഒക്കേഷൻസ് അനുസരിച്ചുകൊണ്ട് ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ. അപ്പോൾ പല ആളുകളും പല തരത്തിലുള്ള പ്രൊഡക്റ്റും ബ്രാൻഡും ഒക്കെ പല സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ആ സിറ്റുവേഷൻ എന്താണോ അല്ലെങ്കിൽ ഒക്കേഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് നീഡ്സ് ഉണ്ടാവുക പർച്ചേസ് ചെയ്യുന്നത് പ്രൊഡക്റ്റ്. അത് രണ്ട് തരത്തിലുള്ള സിറ്റുവേഷനാണ്, ഒന്ന് റെഗുലറും ഒന്ന് സ്പെഷ്യലും. റെഗുലർ യൂസ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനുള്ള ചുരിദാസ്, പോളിസ്റ്റർ സാരീസ് അങ്ങനെയുള്ളത്. എന്നാൽ അതേസമയം ഒരു മാരേജ് റിസപ്ഷനൊക്കെ വരുന്ന സമയത്ത് അത് സ്പെഷ്യൽ ഒക്കേഷനാണ്. ആ സമയത്ത് നമ്മൾ നല്ല വില കൂടിയ സിൽക്ക് സാരീസൊക്കെ വാങ്ങുന്നു. അപ്പോൾ അവിടെ ഒക്കേഷൻ അനുസരിച്ചുകൊണ്ട് മാർക്കറ്റിനെ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് ഒന്ന് റെഗുലറും ഒന്ന് സ്പെഷ്യലും. അതേപോലെ തന്നെ ഒരു ബോയ് സ്റ്റുഡൻറ്റ് കോളേജിൽ പഠിക്കുന്ന ആളാണെന്ന് വെച്ചാൽ അവർ ഫ്ലവേഴ്സ് ഒക്കെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഗേൾ ഫ്രണ്ട്സ് കൊടുക്കാനും. അപ്പോൾ അതൊക്കെ ആ ഒരു ഒക്കേഷൻ, ഇപ്പോൾ ഓണം വരുന്നു അല്ലെങ്കിൽ അതേപോലെ ക്രിസ്മസ് വരുന്നു, അതൊക്കെ ഓരോ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അപ്പം മാത്രം വാങ്ങുന്ന കുറേ പ്രൊഡക്റ്റുകൾ അങ്ങനെയൊക്കെ വരാം. പിന്നെ ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്. ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പം പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ചില ഗുണങ്ങളായിരിക്കാം, അതിൻ്റെ ബേസിസിൽ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുക. നമ്മൾ ആ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ട് ആളുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ഗ്രൂപ്പ് അവിടെ ഉണ്ടായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി കൊണ്ട്, ഉപയോഗം കൊണ്ട് തന്നെയായിരിക്കും അവരതിൻ്റെ കസ്റ്റമറായിട്ട് മാറുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ജനറിക്, പ്രൈമറി ഓർ സെക്കൻഡറി ലെവൽ, രണ്ട് ലെവൽസാണ് അവിടെ വരുന്നത്. അത് ലെവലിൽ നോക്കൂ ടൂത്ത് പേസ്റ്റ് ക്ലീനിങ് എന്നുള്ളത്. അത് ജനറിക് അല്ലെങ്കിൽ പ്രൈമറി ബ്രീത്ത് ഫ്രഷിങ് ആണ്. സെക്കൻഡറി ആയിട്ട് വേറെ ഒന്നുമില്ല അതിൽ. നേരെ മറിച്ച് അതേപോലെ ഷാംപൂ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് ക്ലീനിങ് ആണ്. ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്രൈറ്റ്നസ്സും ഷൈനിങ് ഹെയർ, തിക്കണിങ് ഹെയർ ഒക്കെ ആയിട്ടും. പിന്നെ വെഹിക്കിൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ള യൂസ് കൺവീനിയൻസ് തന്നെയാണ്. രണ്ടാമതാണ് എന്ത് വരുന്നത്? അതൊരു സ്റ്റാറ്റസ് സിമ്പൽ കൂടിയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്ന വോളിയം സെഗ്മെൻറ്റേഷൻ ആണ്. വോളിയം സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഓരോ ബയേഴ്സും വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് എന്ന് പറയുന്നത് അത് ബൾക്കായിട്ട് വാങ്ങുന്ന ബയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ വാങ്ങുന്നവർ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ് മാത്രം വാങ്ങുന്ന സ്മോൾ ബയേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സിഗരറ്റ്സ്, വൈൻസ് അതൊക്കെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ വോളിയം സെഗ്മെൻറ്റേഷനിലായിരിക്കും ക്ലാസിഫിക്കേഷൻ. ഈ വോള്യത്തിനെ ബേസ്, അതായത് വാങ്ങുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി
അതിനെ ബേസ് ചെയ്തിട്ട് സെഗ്മെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നതാണ് ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഓരോ ബ്രാൻഡുകളോട് ഓരോ കസ്റ്റമേഴ്സിനും തോന്നുന്ന ഒരു വിശ്വാസ്യത, വർഷങ്ങളായിട്ട് അവരത് യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കാം. അതിനെ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് കോർ ലോയൽസ് ഉണ്ട്, എന്ത് വന്നാലും അവർ ആ പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ വേറെ ഒന്നും അതിന് പകരം വെക്കില്ല. സോഫ്റ്റ് കോർ ഉണ്ട്, കുറച്ചും കൂടി വ്യത്യാസം. പിന്നെ ഷിഫ്റ്റിംഗ് ലോയൽസ് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിലും വേറൊരു അവസ്ഥയിൽ നമ്മളത് മാറി ചിന്തിക്കാൻ റെഡിയായുള്ളവരാണ് സ്വിച്ചേഴ്സ്. ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾ സ്വിച്ചേഴ്സ്. പിന്നെ കൺസ്യൂമർ ഇന്നോവേറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും പുതുമകൾ ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സാണ്. അതിനനുസരിച്ച് വെറൈറ്റികൾ അവർ ഉൾക്കൊള്ളാൻ റെഡി ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിനോട് ഇത്തരത്തിലുള്ള മനോഭാവമുള്ള സെഗ്മെൻറ്റേഷനും ആളുകളും ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ബേസിലും ഇപ്പോൾ ഹാർഡ് കോർ ലോയൽസ് പറയുമ്പം അവർക്ക് വേണ്ടി മാത്രമാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. കാരണം അവരതില്ലെങ്കിൽ വേറെ ഒന്നും പകരം പോലും യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിനോടുള്ള ആ ഒരു ലോയൽറ്റിയാണ് അവർ കാണിക്കുന്നത്. ഇനി 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ആണ്. അപ്പോൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പുറത്തുള്ള ഓരോ വ്യക്തികളെ കുറിച്ചിട്ടാണ്, ജനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സൈക്കോഗ്രഫി അവരുടെ മനസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഇൻ ടു ഹോമോജിനസ് സെഗ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് സൈക്കോളജിക്കൽ മേക്കപ്പ്, നെയിംലി പേഴ്സണാലിറ്റി. അതായത് ഇവിടെ ജനങ്ങളെ തരംതിരിക്കുന്നത് ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ബേസിൽ, പേഴ്സണാലിറ്റിയുടെ ബേസിൽ, ലൈഫ് സ്റ്റൈലിൻ്റെ ബേസിൽ, കൂടാതെ പേഴ്സണാലിറ്റി ലൈഫ് സ്റ്റൈൽ കൂടാതെ സൈക്കോഗ്രാഫിക് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റി കൂടി വരുന്നുണ്ട്. ഓരോ വ്യക്തികൾക്കും ചില കാര്യങ്ങളോടുള്ള താല്പര്യങ്ങൾ, അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടും നമുക്ക് സെഗ്മെൻറ്റേഷൻ നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെ ബേസിസിൽ, ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും എങ്ങനെ ജീവിക്കുന്നു, അതായത് പല ഇൻകവും എഡ്യൂക്കേഷനും ഒക്കെ ഉള്ള ആളുകൾ പല രീതിയിലാണ്, അവരുടെ സ്പെൻഡിങ് ഹാബിറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. 20,000 രൂപ ഒരു മാസം ചിലവാക്കി ജീവിക്കുന്ന ആളുകളും ഉണ്ട്, 1,00,000 രൂപ മാസം ചിലവിൽ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കും അവരുടെ ഗുഡ്സ് യൂസ് ചെയ്യുന്നതും പ്രൊഡക്ട്സ് അവർ വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന പേഴ്സണാലിറ്റിയുടെ ബേസിൽ എന്ന് പറയുമ്പം ഓരോ വ്യക്തികളുടെയും ട്രൈറ്റുകളായിരിക്കാം, അവരുടെ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം, ഹാബിറ്റ്സ് ആയിരിക്കാം. അപ്പോൾ പ്യുവർലി ഇത് ബേസ് ചെയ്യുന്നത് ഓരോ വ്യക്തിത്വങ്ങളെയാണ്, അതിൻ്റെ ബേസിലും അവരെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, വളരെ റാഷണലായിട്ടും ഇമ്പൾസീവായിട്ടും വാങ്ങുന്ന ആൾക്കാരുണ്ടാവാം, ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ കൺവെൻഷണൽ മോഡൽ ഫോളോ ചെയ്യുന്നവരുണ്ടാവാം, ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു റോള് തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ കേസിൽ വരുന്നത്. മീൻസ് ഒരു ക്ലോത്തിങ്, ഇപ്പോൾ നമ്മളൊരു തുണി എടുക്കുന്ന സമയത്ത് അതിന് ചിലപ്പം ചില ആളുകൾക്ക് ആ തുണിയുടെ മെറ്റീരിയൽ ആവാം, ഡിസൈൻ ആവാം, കളർ ആവാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവാം. പിന്നെ ചിലവർ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും ഒരു പർച്ചേസ് നടത്തുന്നത്. ചിലർ പെട്ടെന്ന് കാണുന്ന നിമിഷത്തിൽ തന്നെ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാണിച്ചാൽ വാങ്ങുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവരുണ്ടാവും. അതേസമയം പഴയ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകളുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ ക്ലോത്ത്, ഫർണിച്ചർ, ഓട്ടോമൊബൈൽസ്, കോസ്മെറ്റിക്സ്, സിഗരറ്റ്സ്, ലിക്വർ, ഇതൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ബേസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സോഷ്യൽ ക്ലാസ് ആണ് അടുത്ത ഒരു പോയിന്റിൽ പറയുന്നത്. സോഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ തന്നെ ഗ്രൂപ്പ് ചെയ്യണം. ഏറ്റവും ലോവർ ലെവലിൽ നിൽക്കുന്നവർ, മിഡിൽ ക്ലാസ് വരുന്നവർ, അപ്പർ ക്ലാസ്, അങ്ങനെ 3ആയിട്ട് കസ്റ്റമേഴ്സിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സോഷ്യൽ ക്ലാസ് എപ്പോഴും ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ആളുകളെ ലോവർ, മിഡിൽ, അപ്പർ എന്നൊക്കെ നമ്മൾ തരംതിരിക്കുന്നത്? ഒന്ന്, അവരുടെയൊക്കെ കൈവശമുള്ള ഇൻകം, അവരുടെ ഓക്യുപ്പേഷൻ, അവരുടെ എഡ്യൂക്കേഷൻ. പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാളെ നമ്മൾ ഹൈ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ള ആ പേരിൽ പറയപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പല കമ്പനീസും അവർ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ ക്ലാസ്സസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റെഡി ടു വെയർ ഗാർമെൻറ്റ്സ് ഒക്കെ അവർ മെയിനായിട്ട് സോഷ്യൽ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ലൂയി ഫിലിപ്പ്, ആരോ, ലെവിസ്, വാൻ ഹ്യൂസൈൻ, പീറ്റർ ഇംഗ്ലണ്ട് ഒക്കെ മെയിനായിട്ട് അപ്പർ ക്ലാസ് ബയേഴ്സിന് വേണ്ടിയിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഐറ്റംസ്, വളരെ ലക്ഷറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് നോക്കുക, ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നോക്കുക. അതേസമയം മിഡിൽ ക്ലാസ് ബൈ ചെയ്യുന്നതൊക്കെ സാധാരണ നോർമൽ ഫർണിച്ചർ, TV, സ്കൂട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ അതേസമയം ലോവർ ക്ലാസ്സിലേക്ക് വരുമ്പം അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്ത, അവർ ഏറ്റവും ഡെയിലി യൂസിനുള്ള സാധനങ്ങളുടെ വില, കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതേ പ്രിഫർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ലോവർ ക്വാളിറ്റി പ്രൊഡക്റ്റ്. അവരുടെ കയ്യിലുള്ള ഇൻകം അത്രയേ ഉള്ളൂ, അവരുടെ ഓക്യുപ്പേഷൻ അതേ ഉള്ളൂ, അവരുടെ എഡ്യൂക്കേഷനും അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ ഒരു ലോവർ ലെവലിലുള്ള ഐറ്റംസും അല്ലെങ്കിൽ കുറവ്
പൈസ കുറവുള്ളത് അല്ലെങ്കിൽ ക്വാളിറ്റി അത്രയൊന്നും അവർ നോക്കണം എന്നില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ക്ലാസ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും വരുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ. ബേസിസ് ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാനുള്ള പ്രധാനമായിട്ട് ഡെമോഗ്രാഫിക് ആയിട്ടും സൈക്കോഗ്രാഫിക് ആയിട്ടും ജോഗ്രഫിക്കലായിട്ടും ബിഹേവിയറലായിട്ടും സെഗ്മെൻറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഓരോ സബ് പോയിന്റുകൾ. അപ്പോൾ ഡെമോഗ്രാഫി പറയുമ്പോൾ എന്തൊക്കെ കാര്യം വരുന്നുണ്ട്, സൈക്കോഗ്രാഫിക് എന്ന് പറയുമ്പം അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ജോഗ്രഫിക്കലി എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കുന്നുണ്ട്, ആൻഡ് ബിഹേവിയറൽ ആണെങ്കിൽ അതിൽ എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസ്എ ക്വസ്റ്റ്യനുമാണ്. അതേസമയം നമുക്ക് ഏതെങ്കിലും ഈ ഒരു ഫാക്ടർ മാത്രമായിട്ട് ഒരു ഷോർട്ട് എസ്സേയോ പാരഗ്രാഫായിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, അത് മാത്രം ചോദിക്കാം. അല്ലെങ്കിൽ ബിഹേവിയറൽ എന്താ ചോദിക്കുക. അപ്പോൾ അങ്ങനെയും ഒരു ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്